ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന എക്സസൈസ് 7.9 ആണ്. പ്ലസ് ടു മാത്സിലെ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന ഏഴാമത്തെ ചാപ്റ്ററിലെ 9ാമത്തെ എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുൻപുള്ള എക്സസൈസുകളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ ചാനലിലോ അതല്ലെങ്കിൽ ചാനലിൽ തന്നെ ഒരു വെബ് പേജ് പോലെ ഉണ്ട്, ബ്ലോഗ്, അതിൻ്റെ ലിങ്ക് എടുക്കുന്നുണ്ടായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് ഇൻ എക്സസൈസ് 1 to 20. അപ്പോൾ എന്താണ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10-22 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 20 ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. 2 എന്താണ് ചൂസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നേരെ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, ഇൻറ്റഗ്രൽ -1 to 1 x+1 dx ആണ് വരുന്നത്. ഒന്നുമില്ല, സിമ്പിളായിട്ട് x+1 എന്നുള്ള ഇൻറ്റഗ്രാൻറ്റിനെ ജസ്റ്റ് എന്താണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് എന്താണ് എക്സിന് നമ്മളെന്താ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മീൻസ് അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ വരുന്നത്, x+1 dx. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റഗ്രൽ ആദ്യം കാണണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് x²/2 വരും, പ്ലസ് എക്സ് വരും. എന്ത് ചെയ്യുക, -1 to 1. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, +1. അപ്പോൾ എന്ത് വരും, 1. പിന്നെന്താണ് മൈനസ്, എന്താ -1/2 -1. അപ്പോൾ ഇവിടെ എന്ത് വരും, 3/2 എന്ന് വരും. പിന്നെ ഇവിടെ എന്ത് വരും, -1/2 -1. അപ്പോൾ എന്ത് വരും, ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്താ വരിക, -3/2 എന്നാണ് വരിക. അപ്പോൾ എന്ത് വരും, ഈ മൈനസും കൂടി, അല്ല ഇവിടെ എന്താണ്, ഇത് പ്ലസ് 1/2 ആണ് വരിക. സോറി, 1/2 വരും, -1. അപ്പോൾ എന്ത് വരും, ഇവിടെ ഇത് -1/2 ആയി മാറും. അപ്പോൾ +1/2 ആവും. അപ്പോൾ എന്ത് വരും, 3 + 1 4/2. അപ്പോൾ = എന്താണ് 2 എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, ഇൻറ്റഗ്രൽ 2 to 3 1/x dx ആണ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം എന്താണ് 1/x dx എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ് വരിക, log x എന്ന് വരും. എന്താണ് ലോവർ ലിമിറ്റ് 2 ആൻഡ് അപ്പർ ലിമിറ്റ് 3 ആണ് വരുന്നത്. ദാറ്റ് ഈസ് log 3 - log 2. എന്താണ് log a - log b എന്നുള്ള ഫോമിൽ കിടക്കുകയാണ്. സോ നമുക്ക് എന്താണ് log a/b എന്ന് എഴുതാം. ദാറ്റ് ഈസ് log 3/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അത് വലിയൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. അപ്പോൾ 4x³ - 5x² + 6x + 9 dx ആണ്. അപ് ടു എന്താണ് 1 to 2 ആണ് നമ്മുടെ ലിമിറ്റ് വാല്യൂ പോയിൻറ്റ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റഗ്രൽ 1 to 2 4x³ - 5x² + 6x + 9 dx. അപ്പോൾ എന്താ വരിക, ആദ്യം 4x⁻³ എന്നുള്ളത് 4 ആവും, /4. അപ്പോൾ 4 ക്യാൻസൽ ചെയ്ത് -5 × x⁻³ വരും, പ്ലസ് 6x⁻²/2 എന്ന് വരും, പ്ലസ് 9 × x എന്ന് വരും. ഇനി ഇതെന്താണ്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 എന്ന് വരും. ദെൻ ഇവിടെ എന്താണ്, ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനി എന്താ, നമുക്ക് ലിമിറ്റ് കൊടുക്കാം, 1 to 2 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ഫസ്റ്റ് 2⁴ മൈനസ് എന്താണ് 1⁴ എന്ന് കൊടുക്കാം. അടുത്തത് ഞാൻ എന്താണ് ഇങ്ങനെ കൊടുത്ത് പോവുകയാണ് കേട്ടോ ലിമിറ്റ്. അടുത്തത് 5/3 × x³. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 5/3 -5/3നെ പുറത്ത് നിർത്തുക. അടുത്തത് x³. അപ്പോൾ 2³ - 1 പ്ലസ് 3 × 2² - 1. അടുത്തത് എന്താണ്, പ്ലസ് 9 × 2 - 1. ഇവിടെ ഇപ്പോൾ 2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, 1 ആണ്. അപ്പോൾ എന്ത് വരും, അത് 9 തന്നെ വരും. അപ്പോൾ 9 കിട്ടി. അതുപോലെ ഇവിടെ 2⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരിക, 2⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 4 16 എന്ന് വരും. 16 - 1 എന്താണ് വരിക, 15 വരും. പിന്നെ ഇവിടെ എന്താണ് 2³ എന്ന് പറഞ്ഞാൽ ആരാണ്, 8 ആണ്. 8 - 1 7 ആണ്. 7 × 5/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക, 35/3 എന്ന് വരും.
അടുത്തത് 3 ഇൻറ്റു എത്രയാണ് 2 സ്ക്വയർ. അപ്പോൾ എന്താണ് 4 - 1, അപ്പോൾ അത്ര വരും 9 എന്ന് വരും. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാല്യൂസ് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് വരും 45 - 35/3 എന്ന് വരും. ദാറ്റ് ഈസ് എത്രയാണ് 10/3 വരും. പ്ലസ് എന്താണ് ഒരു 18 കിടക്കുന്നുണ്ട്. 10/3 + 18. അപ്പോൾ എത്ര വരും 3 × 18 എത്ര വരിക 124. അപ്പോൾ 54 + 10/3 64/3 എന്ന് വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 0 to 4 sin 2x ആണ് വരുന്നത്. അപ്പോൾ എന്താണ് 0 to 4 sin 2x dx. ഇപ്പോൾ സൈനിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക cos 2x വരും. പിന്നെന്താണ് ആ 2xന് 1/2 വരും. പിന്നെന്താണ് 0 to 4. ഇനിയിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇപ്പോൾ ഇതിനകത്ത് തൽക്കാലം -1/2 പുറത്ത് കിടക്കുക. പിന്നെന്താണ് ഒരു cos 2 × 4 -cos 0. cos 0 എന്ന് പറഞ്ഞാൽ എത്ര വരിക 1 ആണ് വരിക. cos 8 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. സോറി എന്താണ് അപ്പർ ലിമിറ്റ് വരുന്നത് 4 ഒന്നുമല്ല 5/4 ആണ്. 5/4. അപ്പോൾ കോസ് ഇവിടെ എന്ത് വരും 2 × 5/4 എന്ന് വരും. അപ്പോൾ 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5/2 എന്ന് വരും. അപ്പോൾ cos 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos 5/2 എന്ന് പറയുമ്പോൾ എന്താണ് വരിക 90 ആണ്. cos 90 ആരാ വരിക അത് 0 ആണ് വരിക. അപ്പോൾ അത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരിക -1/2 പുറത്ത് കിടക്കുന്നുണ്ട്. -1/2 × -1 എത്ര വരിക 1/2 എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് integral 0 to π/2 cos 2x dx. സെയിം അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് sin 2xന് പകരം cos 2x ആണ് വരുന്നത്. നമ്മുടെ ആംഗിൾ എന്താണ് 0 to 90 ആണ് വരുന്നത്. അവിടെ എന്താണെന്ന് π/4 എന്ന് പറയുമ്പോൾ 45 വരെ വരുന്നു. 0 to π/2 ചെയ്ത് നോക്കുമ്പോൾ cos 2x dx ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരിക sin 2x/2 0 to π/2 ദാറ്റ് ഈസ് 1/2. നമ്മളെന്താണ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരിക sin 2π/2 sin 0 എന്ന് വരും. ഇതിലിപ്പോൾ sin 0 0 ആണ്. പിന്നെ ഇപ്പം എന്താ sin π എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ sin π എന്ന് പറയുമ്പോൾ എത്രയാണ് sin 180 ആണ്. അതും എന്താണ് അതും 0 ആണ്. ഇപ്പം ആൻസർ എന്താണ് 0 ആണ് വരുന്നത്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് ഇൻറ്റഗ്രൽ 4 to 5 raised to x dx ആണ് വരുന്നത്. എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ 4 to 5 raised to x dx. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. നമുക്ക് ഇൻറ്റഗ്രേഷൻ അറിയണം, ജസ്റ്റ് ലിമിറ്റ് കൊടുക്കാനും അറിയണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക ഈ റേസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രൽ ദട്ടല്ല അത് 5 ആണ് കേട്ടോ. ഈ റേസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേസ് ടു എക്സ് തന്നെയാണ് വരിക. ദെൻ ഈ റേസ് ടു 5 മൈനസ് ഈ റേസ് ടു 4 ഇതാണ് ആൻസർ വരുന്നത്. ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റിൽ എന്താണ് അവർ ഈ റേസ് ടു 4നെ പുറത്തെടുത്ത് ഈ റേസ് ടു 4 × e-1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് അങ്ങനെ തന്നെ എഴുതാമെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇൻറ്റഗ്രൽ 0 to π/4 tan x dx ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് 0 to π/4 tan x dx. അപ്പോൾ ഇതെന്താണ് വരിക അത് log mod cos x എന്നാണ് വരിക. അതായത് ഇൻറ്റഗ്രൽ tan x എന്ന് പറയുന്നത് log mod cos x എന്നാണ് വരിക. എന്താണ് 0 to π/4 പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരിക log mod cos π/4 മൈനസ് log cos 0. ഇപ്പോൾ cos 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് 1 ആണ് വരിക. log 1 വരും. ഇപ്പോൾ log 1 എന്താണ് 0 ആണ് വരിക. ഇനിയിപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos π/4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ് വരിക. അപ്പോൾ log എന്താണ് 1/√2 എന്ന് വരും ആൻസർ.
അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇവിടെ ഒരു മൈനസ് കൂടി ഉണ്ട്. അപ്പോൾ എന്ത് വരിക, അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ എടുക്കുന്ന ലോഗ് എ ബൈ ബി എന്നുള്ള ഫോമിൽ എടുക്കുന്ന നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, മൈനസിന് പുറത്തെടുത്തിട്ട് ലോഗ് 1 മൈനസ് ലോഗ് √2 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും, ഈ മൈനസിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, നമുക്ക് എന്താണ് അത് തിരിച്ചു വരും, ലോഗ് √2 മൈനസ് ലോഗ് 1 എന്ന് വരും. അപ്പോൾ ലോഗ് 1 എന്താണ്, അത് 0 ആണ്, അപ്പോൾ അതിന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ലോഗ് √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോഗ് ഓഫ് 2⁻1/2 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/2 ഇൻറ്റു ലോഗ് 2 എന്ന് എഴുതാം. അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ടാൻ എക്സ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീരെ അറിയാത്ത ആളുകൾ എന്താണ് ജസ്റ്റ് സൈനും കോസും എടുക്കുക, എന്നിട്ട് എന്താണ് ഒരെണ്ണത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ മീൻസ് എന്താണ് സൈന് കോസിൻ്റെ ഡെറിവേറ്റീവാണ്, അതുപോലെ തന്നെ കോസ് സൈനിൻ്റെ ഡെറിവേറ്റീവാണ്. സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസാണ്, ഇനി കോസിൻ്റെ ആണെങ്കിൽ മൈനസ് സൈനാണ് വരിക. അപ്പോൾ നമുക്ക് എന്താണ് ഒരു മൈനസ് സൈനിൻ്റെ വ്യത്യാസമാണ് പരസ്പരം ഡെറിവേറ്റീവ് കാണുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ അത് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, സുഖമായിട്ട് ചെയ്തിട്ട് പോവാം. ആർക്ക് വേണമെങ്കിൽ എന്നല്ല, നമുക്കെന്താണ് സൈൻ എക്സ് കോസ് എക്സിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കെന്താണ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എട്ടാമത്തെ എന്താണ്, π/6 to π/4 കൊസീക്ക് എക്സ് ഡി എക്സ് ആണ് വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് ഡി എക്സ് π/, എത്ര വരെയാണ്, 6 മുതൽ 4 വരെ അല്ലേ. ഇതിൻ്റെ റിസൾട്ട് അതാണ്. അതായത് ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോഗ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് ആണ് വരുന്നത് മോഡൽസ്. ദെൻ അപ്പോൾ എന്ത് വരും, ഇനിയിപ്പോൾ എന്താണ് ലിമിറ്റ് പുട്ട് ചെയ്ത് കൊടുത്താൽ മതി, π/6 π/4. അപ്പോൾ എന്ത് വരും, അപ്പോൾ ലോഗ് കോസീക്ക് π/4 മൈനസ് കോട്ട് π/4 മൈനസ് എന്ത് വരും, ലോഗ് കൊസീക്ക് π/6 മൈനസ് കോട്ട് π/6. അപ്പോൾ കൊസീക്ക് π/4 എന്ന് പറയുമ്പോൾ ആരാണ്, സൈൻ π/4ൻ്റെ ഇൻവേഴ്സ്, അതായത് വരിക √2 എന്ന് വരും. തന്നെ ഇനി കോട്ട് π/4 എന്ന് പറയുമ്പോൾ ആരാണ് വരിക, ടാൻ π/4ൻ്റെ ഇൻവേഴ്സ്, അതാരാ, അത് 1 ആണ് വരിക. അപ്പം എന്ത് വരിക, √2 മൈനസ് 1 എന്ന് എഴുതാം. ദെൻ ഇവിടെ ആരാണ് കൊസീക്ക് π/6 ആണ് വരുന്നത്. π/6 എന്ന് പറയുമ്പോൾ ആരാണ് വരിക, അതായത് സൈൻ π/6. അത്ര വരിക നോക്കാം, എത്ര വരും, എത്രയാണ്, സൈൻ 30 അല്ലേ വരുന്നത്, 1/2 ആണ് വരിക. അപ്പം എന്ത് വരിക, അതിൻ്റെ ഇൻവേഴ്സ് എന്ത് വരും, 2 എന്ന് വരും. അപ്പോൾ എന്താണ് ഇവിടെ 2 എന്ന് വരും. ദെൻ ഇവനാണ് കോട്ട് π/6. അപ്പോൾ എന്ത് വരിക, ടാൻ π/6ൻ്റെ ഇൻവേഴ്സ് വരും. π/6 എന്ന് പറഞ്ഞാൽ എത്ര, 30. അപ്പോൾ ടാൻ എന്ന് പറയുമ്പോൾ എന്താ വരിക, 1/√3 വരും. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, √3 എന്നാണ് വരിക. അപ്പോൾ 2 മൈനസ് √3 എന്ന് വരും. അപ്പോൾ ഇതിപ്പോൾ എന്താണ്, ലോഗ് എ മൈനസ് ലോഗ് ബി എന്നുള്ള ഫോമിൽ എടുക്കുന്നുണ്ട്. നമുക്കതിനെ എങ്ങനെ എഴുതാം, ലോഗ് a/b എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലോഗ് മോഡ് 2 √2 - 1 ഡിവൈഡ് ബൈ ആരെ വരിക, 2 മൈനസ് √3 എന്ന് വരും. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ്റഗ്രൽ 0 to 1 1/√1 - x² dx ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്, ഇതെന്നാ 1/1 - x² അല്ലേ. സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് വരുന്നത്. എന്തോ 0 to 1 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ 0. ഇപ്പോൾ എന്താ വരിക, സൈൻ 0ക്ക് മീൻസ് എന്താണ്, സൈൻ്റെ ഏത് ആംഗിളിലാണ് 0 വരികയെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് 0ക്ക് എന്ന് പറയാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് 1 വരിക, π/2 പറയാം. അപ്പോൾ നമുക്ക് എന്താണ് π/2 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, ഇൻ്റഗ്രൽ 0 to 1 1/1 + x² ആണ്.
എന്താണ് വരിക 1/1 + x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 1 1/1 + x² dx എന്ന് പറഞ്ഞാൽ എന്താ വരിക tan inverse x ആണ് വരിക 0 to 1 that is tan inverse 1 minus tan inverse 0. അപ്പോൾ tan inverse 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് π/4 ആണ് വരിക. ഇതെന്താണ് 0 തന്നെ വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 2 to 3 1/x² - 1 dx. അപ്പോൾ എന്താണ് x² - x² എന്നുള്ള ഫോമിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് x² - 1 ആണ്. ലിമിറ്റ് വാല്യൂസ് എവിടെ നിന്നാണ് തന്നിരിക്കുന്നത് 2 to 3. ലിമിറ്റ് വരുന്നത് എവിടെ നിന്നാണ് 2 മുതൽ 3 വരെയാണ്. അതെന്താ ഒരു 1/2a × log mod x - a/x + a എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിൽ എന്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ആരാണ് 1 ആണ്. അപ്പോൾ നമുക്ക് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ x - 1 x - 1 x + 1 അതുപോലെ തന്നെ 1/2. ഇനി എന്താണ് ഇനി നമുക്ക് ഇത് വാല്യൂസ് ലിമിറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്രയാണ് 2 to 3 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണത് 1/2 പുറത്ത് കിടന്നോട്ടെ. നമുക്ക് എന്താണ് log x - 1/x + 1. അപ്പോൾ ആദ്യം എക്സിന് എന്താ 3 കൊടുക്കുക. 3 - 1/3 + 1 3 + 1 മൈനസ് log എന്താണ് 2 - 1/2 + 1. അപ്പോൾ ഇതിലെന്താണ് 3 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരിക അത് 2 വരും. 3 + 1 എന്ന് പറഞ്ഞാൽ ആരാ വരിക 4 വരും. അപ്പോൾ എന്ത് വരും ഇവിടെ log 1/2 എന്ന് വരും. ഇവിടെ എന്താ വരിക log 2 - 1 എന്ന് പറഞ്ഞാൽ ആരാണ് വരിക അത് അവൻ 1 ആണ് വരിക. 2 + 1 എന്ന് പറഞ്ഞാൽ ആരാണ് വരിക 3 ആണ് വരിക. അപ്പോൾ എന്താണ് log 1/2 - 1/3 1. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം log a/b എന്നുള്ള ഫോമിൽ എഴുതാം. 1/2/1/3 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും 1/2/1/3. അപ്പോൾ എന്താ വരിക 3 വരും. അപ്പോൾ log 3/2 എന്ന് വരും ഇത്. അപ്പോൾ 1/2 log 3/2 ആണ് ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇപ്പോൾ ഏതാ ചെയ്ത് 11 അല്ലേ. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വരിക cos² x 0 to π/2 cos² x ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമ്മൾ പഠിച്ച് കണ്ട ആവശ്യമുണ്ട്. എന്താണ് cos² x dx 0 to π/2 അല്ലേ. അതിനകത്ത് എന്താ വരിക 1 + cos 2x/2 എന്നാണ് വരിക അല്ലേ. അപ്പോൾ എന്താണ് വരിക അതിനകത്ത് നിന്ന് 1/2 നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എന്താ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1ൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരിക x വരും. പ്ലസ് ഇനി ആരാളുള്ളത് cos 2x ആണുള്ളത്. അതെന്താ വരിക sin 2x/2 എന്ന് വരും. അപ്പോൾ എന്താണ് ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താ വരിക ഫസ്റ്റ് എന്താണ് 1/2 ഞാനിതിനെ ഈ 1/2 അകത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 4 വരും. അപ്പോൾ എന്താ വരിക x/2നെ നമുക്ക് 0 to π/2 കൊടുക്കണം. പ്ലസ് 1/4 × sin 2x-ന് 0 to π/2. അപ്പോൾ എന്ത് വരും നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്താണ് ഇവിടെ π/2 മൈനസ് എന്താ 0 ആണ്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്താ ഇത് π/4 ആയി. ചെയ്ത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. π/4 ആയി. പ്ലസ് ഇനി എന്താണ് 1/4 പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നെന്താണ് sin 2x sin 2 × π/2 എന്ന് പറയുമ്പോൾ എന്താ വരിക sin π വരും. അവൻ 0 ആണ്. മൈനസ് sin 0 വരും. അപ്പോൾ അത് 0 ആണ്. അപ്പോൾ അതിന് ആൻസർ എന്താണ് വരുന്നത് π/4 എന്ന ആൻസറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ x/x² + 1 ആണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. x എന്താണ് x/x² + 1 dx 2 to 3. ഇതിലിപ്പോൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. p = x² + 1 എന്ന് കൊടുക്കുക. 2x dx നമുക്ക് എന്താ dp എന്ന് കൊടുക്കാം. dp/2 എന്ത് വരും x dx എന്ന് വരും. x dx-നെ നമുക്ക് എന്തെന്ന് കൊടുക്കാം 1/2 പുറത്തിട്ടിട്ട്
ജി പി എന്ന് പുട്ട് ചെയ്യാം. ആൻഡ് ഇവിടെ എന്താണ് പി എന്ന് പുട്ട് ചെയ്യാം. ആൻസർ എന്താ പറയുക ലോഗ് പി എന്ന് വരും. ഇനി നമ്മളെന്താണ് പിക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എന്തെന്ന് വരും എക്സ് സ്ക്വയർ പ്ലസ് 1 പുറത്തൊരു 1/2 ഉണ്ട്. പിന്നെന്താണ് നമ്മുടെ ഇതിൻ്റെ 2 to 3 ആണ് ഇതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് വരുന്നത്. നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അല്ല ലിമിറ്റ് വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇനി അതിട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും 1/2 പുറത്തിടുക. ലോഗ് 3 സ്ക്വയർ പ്ലസ് 1 അപ്പോൾ എത്ര വരിക 10 മൈനസ് ലോഗ് 2 സ്ക്വയർ വരുമ്പോൾ എന്ത് വരും 4 പ്ലസ് 1 5 വരും. ലോഗ് 5 എന്ന് വരും. ഇതിപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. ലോഗ് എ ബൈ ബി എന്ന് എഴുതാം നമുക്കതിനെ. അപ്പോൾ ലോഗ് 10/5 എന്ന് പറയുമ്പോൾ എത്ര വരിക ലോഗ് 2 എന്ന് വരും. ലോഗ് 2 എന്ന് വരും. അപ്പോൾ 1/2 പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. അതെന്താണ് വരുന്നത് ഇൻ്റഗ്രൽ 0 to 1 2x + 3/x 5x² + 1 ആണ് വരുന്നത്. അപ്പോൾ എന്തെന്നാണ് 0 to 1 എന്തിട്ടാണ് 2x + 3/5x² + 1 dx. അപ്പോൾ അതിനകത്ത് ആദ്യം എന്ത് ചെയ്യണം ആ 5-നകത്ത് നമുക്ക് എന്താണ് പുറത്തിടണം. നമ്മളെപ്പോഴും എന്താണ് ഈ x² കൂടെ കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ല ഈ ഇൻ്റഗ്രേഷനിൽ. കാരണം എന്താണ് അതല്ലാതെ x² + 1 അല്ലെങ്കിൽ x² + a² x² - a², അതുപോലെ തന്നെ a² - x², റൂട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് എന്താണ് നമുക്ക് റിസൾട്ടുകളുണ്ട്. സോ നമുക്ക് എന്താണ് ഈ എക്സിന് കോഎഫിഷ്യൻ്റ് എവിടെ കണ്ടാലും അതിനെന്താണ് നമ്മൾ റിമൂവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ആദ്യം 1/5 മീൻസ് 1/5 റിമൂവ് ചെയ്യാം. ദെൻ 2x + 3/x² എന്തൊട്ടാണ് 1/5 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം നമുക്കിങ്ങനെ കിടന്നാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക 1/5 ഇൻറ്റു ഈ 1/5 കോമൺ ആണ് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ എന്താ വരിക 2x / x² + 1/5 പിന്നെ പ്ലസ് എന്താ വരിക 3/x² + 1/5 dx. അല്ല ഇവിടെ 2 ഇവിടെ 3 ഇവിടെ 2x ഇവിടെ 3 ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എന്താണ് ഫസ്റ്റത്തേന് നോക്കുമ്പോൾ നമുക്ക് എന്താണ് x² ഡെറിവേറ്റീവ് അവിടെ കിടക്കുന്നുണ്ട്. 2x dx അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് എന്താണ് k = x² + 1/5 എന്നിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് dk = ആരാ വരിക 2x dx എന്ന് വരും. എന്താണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം dk ബൈ എന്താ k എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരിക ഇൻ്റഗ്രൽ 1/k dk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ലോഗ് k ആണ് വരുന്നത്. അപ്പോൾ ലോഗ് k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് x² + 1/5 ആണ് വരുന്നത്. ഇനി നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആര് വരും ഇവിടെ ഇപ്പോൾ 1 + 1/5 വരും. പിന്നെ ആരാണ് വരുന്നത് പിന്നെ എന്താണ് നമുക്ക് x² + 1/5 വന്നു ലോഗിന്. പിന്നെ എന്താണ് 0 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താ വരും ലോഗ് 1/5 എന്ന് കൂടി വരും. ഇപ്പോൾ എന്താണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ലോഗ് 1/5 എന്ന് പറയുമ്പോൾ എന്താണ് 6/5 എന്ന് വരില്ലോ. മീൻസ് ഇവനാരാവും ലോഗ് 6/5 എന്ന് കിട്ടും. 6/5 മൈനസ് ലോഗ് എന്താണ് ഇവിടെ 1/5. നമ്മൾ x² 0 ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ എന്താ 1/5 ബാലൻസ് വരുള്ളൂ. ഇതിപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അപ്പോൾ ലോഗ് a ബൈ ബി എന്നുള്ള ഫോമിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോഗ് എ 6/5 ആണ് ഡിവൈഡഡ് ബൈ 1/5 ചെയ്ത് കഴിഞ്ഞാൽ ഈ വഴി ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്താ വരിക ലോഗ് 6 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോൾ എന്താ വരിക 1/5 ഇൻറ്റു ലോഗ് 6 എന്ന് കിട്ടും നമുക്ക്. ലോഗ് 6 അവരവിടെ നിന്നോട്ടെ. ഇനി നമുക്കാരാണ് ഇവിടെ കുറച്ച് ആൾക്കാർ കിടക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ 3 കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു ഫ്രണ്ടിൽ കിടന്നിരുന്ന 1/5 അതായത് മൊത്തത്തിൽ നമുക്കൊരു 1/5 പുറത്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ 1/5നെയും 3നെയും കൂടി നമുക്കൊരു സ്ഥലത്ത് എഴുതി വെക്കാം 3/5. എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ 1/5 നമുക്ക് എന്താണ് 1/√5 ഹോൾ സ്ക്വയർ എന്നത്. ഇതിപ്പോൾ എന്തായിട്ടുണ്ട് 3നെ നമ്മൾ പുറത്തെടുത്തിട്ടു. അപ്പോൾ ഇൻ്റഗ്രൽ 1/x² + 1/5
ദ ഹോൾ റേസ് ടു 2 എന്നായിട്ടുണ്ട്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. 1/x² പ്ലസ് A² അല്ലെങ്കിൽ A² എന്നുള്ളത്. അതെന്താ വരിക? 1/a tan ഇൻവേഴ്സ് x/a എന്ന് വരും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എ ആരാണ്? 1/√5 ആണ്. അപ്പോൾ ഇവിടെ 1/a എന്ന് പറയുമ്പോൾ എന്തെന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? √5 എന്ന് കൊടുത്താൽ മതി. പിന്നെ tan ഇൻവേഴ്സ് x/a എന്ന് പറയുമ്പോൾ എന്ത് വരും? അവിടെ √5 × x എന്ന് വരും. അതിന് ഇനിയിപ്പോൾ 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ √5 ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5ഉം √5ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3/√5 എന്ന് വരും. 3/√5 എന്ന് വരും. ഇനി എന്താണ്? tan ഇൻവേഴ്സ് എന്താണ്? √5 × 1 മൈനസ് tan ഇൻവേഴ്സ് 0. ഇതെന്താണ്? ഇത് 0 ആണ്. അപ്പോൾ എന്ത് വരിക? ഈ tan ഇൻവേഴ്സ് √5 നമുക്ക് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? 1/5 log 6 × 3/√5 tan ഇൻവേഴ്സ് √5 എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ എത്ര 14 ചെയ്തു. അടുത്തതെന്ന് പറഞ്ഞാൽ 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻറ്റഗ്രൽ 0 to 1x e⁻x² ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 2 ആൾക്കാർ കിടക്കുന്നുണ്ട്. ഒരാൾ x ഉണ്ട്, ഒരാൾ e⁻x² ഉണ്ട്. പക്ഷെ നമുക്ക് എന്താണ്? ഈ x² ഡെറിവേറ്റീവ് ആണല്ലേ എക്സ്. അവനവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് പുട്ടി e⁻x² അല്ല, x² നമുക്ക് എന്താണ്? ഒരു t എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് dt = 2x dx where x dx dt/2. അപ്പോൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇവിടെ എന്താണ്? x dxനെ നമുക്ക് dt/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. e⁻t ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് എന്താണ്? ഇൻറ്റഗ്രൽ e⁻t 1/2 നമ്മൾ പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ e⁻t dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവരി e⁻t എന്ന് തന്നെ വരും. അപ്പോൾ e⁻t/2 ആണ് വരിക. അപ്പോൾ 0 to 1. ഇനി എന്താണ്? നമ്മൾ ആ ടിക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? e⁻1/2 പുറത്തെടുക്കുക. e⁻x²ന് 0 to 1 കൊടുത്തു കഴിഞ്ഞാൽ e⁻1 മൈനസ് എന്താണ്? e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. അപ്പോൾ എന്ത് വരിക? ഇതാണ് ആൻസർ വരുന്നത്. മീൻസ് 1/2 × e⁻1 എന്ന് വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 17ാമത്തെ ക്വസ്റ്റ്യൻ. 0 to π/4 2 sec² x plus x³ plus 2 dx. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അല്ലായിരുന്നു എന്താണ്? 2 sec² x x³ 2dx. അപ്പോൾ നമുക്ക് എന്താണ്? 0 to π/4 തോന്നുന്നുണ്ട്. π/4 അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റഗ്രാൻഡ് എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ഇതിനെ മൊത്തത്തിലൊക്കെ സെപ്പറേറ്റ് ചെയ്യുക. അതാണ് എനിക്ക് സുഖമായിട്ട് തോന്നുന്നത്. 2 ഞാൻ പുറത്തൊക്കെ എടുത്ത് എന്താണ്? sec² x ഇട്ട് കൊടുത്തു, dx എന്നിട്ട് കൊടുത്തു, പിന്നെ x³ dx എന്നിട്ട് കൊടുത്തു, പ്ലസ് 2 dx എന്നിട്ട് കൊടുത്തു. എന്നിട്ട് എന്താണ്? ഓരോന്നിനെ അങ്ങോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യട്ടോ നമുക്ക്. ഇവിടെ ഇപ്പം എന്താ? x⁴/4 വരും. പ്ലസ് എന്താ വരിക? 2 × x. ഇവിടെ 2x എന്ന് വരുള്ളൂ. പിന്നെ ഇവൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ sec² x dx എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരിക? tan x വരിക. അപ്പോൾ 2 tan x വരും. എന്നിട്ട് 0 to π/4 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി മാച്ച് ചെയ്യണം. ഇനി ആവശ്യമില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ 2 × ഈ tan π/4 എന്ന് പറഞ്ഞാൽ ആരാ വരിക? അത് 1 ആണ് അല്ലേ? 1 തന്നെ. അപ്പോൾ അത് 2 ആയി. പിന്നെ ഇപ്പോൾ tan 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ വരും. അടുത്ത് പ്ലസ് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇങ്ങനെ 0 to π/4 നോക്കുമ്പോൾ π/4 to the power 4 π/4 to the power 4 വരും. ബൈ ഒരു 4 കൂടിയേ വരും. പിന്നെ ഇപ്പോൾ 0 അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. പിന്നെ 2 × എന്താ വരിക? π/4 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു π/2 ആയി മാറും. ഇത് നമുക്കിതും മാച്ച് കളയാം. ഇനിയിപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇവിടെ ഇപ്പം അങ്ങനെ വെച്ചാൽ π/4 എന്ന് പറഞ്ഞാൽ ആരെയാണ്? 4² 16 ആണ്. 16 × 16 256 ആണ് വരിക. 256 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരിക? അത് 4 ഇങ്ങനെ ചെയ്യാം. അതുകൂടെ 800
പിന്നെ 4×5 എത്ര വരും? 200. അപ്പോൾ 1000 പിന്നെ 1024 വരും. മനസ്സിലായോ? പിന്നെ ഒരു 2 ഉണ്ട്, പിന്നെ പ്ലസ് ഇവിടെ എന്താണ് ഒരു 5/2 കൊടുക്കുന്നുണ്ട്. പുരിഞ്ചതോ ആരുണ്ട്? 5/2 കിടക്കുന്നുണ്ട്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 0 to πയിൽ sin²x/2 - cos²x/2 dx. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, നമുക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. നമുക്ക് എവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. നമ്മളെന്താണ് ഇപ്പോൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട് ഇൻ്റഗ്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രിഗണോമെട്രി പഠിച്ചിട്ട് നമുക്ക് അതവിടെ കളഞ്ഞിട്ട് വരാനൊന്നും പറ്റില്ല. നമുക്കതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്? പല ആളുകൾക്കും പറ്റുന്ന അബദ്ധം അതാണ്. കുറച്ച് കാര്യങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് പഠിക്കും, അതവിടെ വെച്ച് കളഞ്ഞിട്ട് വരും. അപ്പോൾ മറ്റേ പണി കിട്ടും പിന്നെ ഒരു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താണ്? cos2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? sin²x cos²x ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? നമുക്ക് cos2xന് പകരം എന്താണ്? cos x എന്നിട്ട് കൊടുക്കുക ഈ മൊത്തം സാധനത്തിന്. അപ്പോൾ എന്താണ്? ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ cos x എന്ന് വരും. അപ്പോൾ ഇനി cos xനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? നമുക്ക് sin x എന്ന് വരും. sin x എന്ന് പറയുമ്പോൾ 0 to πയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ sin π - 0 എന്ന് പറഞ്ഞ് sin 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനും 0. അപ്പോൾ എന്താ ആൻസർ? 0 എന്നാണ് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? 20ാമത്തെ ക്വസ്റ്റ്യൻ അല്ലല്ലോ, 19ാമത്തെ ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ 0 to 2 6x + 3/x² + 4 എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 പോളിനോമിയൽ കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് x⁴2, ഒരാൾക്ക് x⁴1 ആണ് വരുന്നത്. എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ലിമിറ്റ് പോയിൻറ്റ്സ് വരുന്നത് അവിടെ നിന്നാണ് 0 to 2 ആണ് വരുന്നത്. അപ്പോൾ 6x നമുക്ക് എന്തായാലും ഇവനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം ആദ്യം. അപ്പോൾ ഞാനിങ്ങനെ എഴുതുകയാണ്. ഇൻ്റഗ്രൽ 6x/x² + 4 പ്ലസ് എന്താണ് 3/x² പ്ലസ് എന്താണ് 2² എന്ന് ഞാനങ്ങ് എഴുതി കൊടുക്കും. ഇനി എന്നാ ചെയ്യാം? ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x²/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അതിനകത്തൊരു 2ൻ്റെ കുറവേ ഉള്ളൂ. എന്തെന്നാണ് x dx ഉണ്ടല്ലോ. അപ്പോൾ x²ൻ്റെ ഡെറിവേറ്റീവ് അവിടെ കൊടുക്കുന്നുണ്ട്. സോ പുട്ട് k = x² + 4 ദെൻ വെറുതെ k = എന്തെന്ന് വരും? 2x dx എന്ന് വരും. x dx = dk/2 എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ്? 6/2 × dk/k എന്ന് വരും. ഇൻ്റഗ്രൽ വരുന്ന അവിടെ നിന്നാണ് 0 to 2 അല്ലേ? 2 ആണോ 1 ആണോ? 0 to 2 ആണ് വരുന്നത്. ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? log k എന്നാണ് വരുന്നത്. k = എന്തെന്നാണ്? x² + 4 ആണ് വരുന്നത്. നമുക്കത് ഇനി മാച്ച് കളയും. അതിൻ്റെ ആവശ്യമില്ല ഇനി. അതുപോലെ ഇവിടുത്തെ എന്താണ്? ക്യാൻസൽ ചെയ്യാൻ 3 എന്നിട്ട് കൊടുക്കാം. വേറെന്താണ്? 0 to 2 അല്ലേ? അതെ. അപ്പോൾ ലോഗ് എന്ത് വരും? ഇവൻ്റെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 4 വരും. അപ്പോൾ log 8 - log 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ log 4 വരും. ഇതിപ്പോൾ എന്താണ്? log a - log b എന്നുള്ള ഫോമിലാണ് കൊടുക്കുന്നത്. log a/b എന്ന് എഴുതാം. ദാറ്റ് ഈസ് log 8/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? log 2 എന്ന് വരും. 3 log 2 എന്ന് കിട്ടിയിട്ടുണ്ട് ഒരാളിന്. ദെൻ നമുക്ക് എന്താണ്? അടുത്ത ആളെ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫോമിലാണ് എടുക്കുന്നത്? x²1/x² + a² എന്നാണ് എടുക്കുന്നത്. നമുക്ക് 3 പുറത്തെടുക്കാം. ദെൻ എന്ത് വരും? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ടാൻ അല്ലേ? tan 1x ആണ് വരുന്നത്. ദാറ്റ് ഈസ് tan 1x അല്ല ഇതല്ല tan 1. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്കിവിടെ 4 അല്ലേ വരുന്നത്? x + 1 അല്ലല്ലോ. അപ്പോൾ 1/a tan 1x/a ആണ് വരുന്നത്. a ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 2 ആണ്. അപ്പോൾ എന്ത് വരും? 3/2 × tan 1 ആരാണ് വരുന്നത്? x/2 എന്ന് വരും. 0 to 2. അപ്പോൾ അതിനകത്ത് എന്ത് വരും? ഇനി tan 1 1 - tan 1 0 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്.
അപ്പോൾ പിന്നെ എന്താണ് ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ π/4 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 3π/8 എന്ന് വരും. അപ്പോൾ നമുക്കെന്താണ് ഇവിടെ log 2 അല്ലേ, ഇതിപ്പോൾ 8/4 എന്തായിരുന്നു log 2. അപ്പോൾ 3 log 2 ഇൻറ്റു 3π/8 എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, 0 to 1 x raised to x sin πx/4 ആണ് വരുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്താണ് x raised to x പ്ലസ് sin πx/4 ആണ് വരുന്നത്. ഇൻ്റഗ്രൽ ലിമിറ്റ് പോയിൻറ്റ്സ് എന്താണ് 0 to 1 ആണ് വരുന്നത്. അപ്പോൾ x raised to x എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. x raised to x dx പ്ലസ് sin π/4x dx എന്ന് എഴുതാം. ദാറ്റ് ഈസ് എന്താണ്, നമുക്ക് ഇപ്പം എക്സ് raised to എക്സിന് ആദ്യം നമുക്ക് ഇവൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇപ്പം എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് π/4x എന്ന് വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 വരും. നമുക്ക് എന്ത് ചെയ്യാം, 4/π എന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. എന്നിട്ട് എന്താണ് 0 to 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. എന്ത് വരും, മൈനസ് 0 കോസ് എന്താണ് π/4 പുറത്ത് വേറെ ഉണ്ടാവും. മൈനസ് ആരാണ് കോസ് 0, അതെന്താണ്, അത് 1 ആണ് വരുന്നത്. ഇപ്പോൾ കോസ് π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, അത് √2 അല്ലേ, 1/√2 ആണ് വരുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ എൽസിയം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, പുറത്തൊരു 1 മൈനസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരേനൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം. എന്ത് വരും, 1 മൈനസ് 1/√2 എന്ന് എഴുതാം. അപ്പോൾ √2 മൈനസ് 1/√2. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുറത്തൊരു π/4 എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഇവനെ തലതിരിച്ചെഴുതാം. എന്ത് വരും, 4π എന്ന് എഴുതാം. ഇതാണ് ആൻസറായിട്ട് വരുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? വേണമെങ്കിൽ നമുക്ക് എന്താണ് ഈ √2നെ ക്യാൻസൽ ചെയ്യാം. എന്ത് വരും, ഇവിടെ 2√2 എന്ന് വരും. 2√2 എന്ന് വരും. 2√2/π ഇൻറ്റു √2 മൈനസ് 1 എന്ന് വന്നു. ഇനി ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, ഇവനെ നമുക്ക് ഹൈലൈറ്റ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി ഈ സാധനങ്ങൾക്കൊന്ന് മാച്ച് കളിക്കണം. ഇവിടുന്ന് ഹൈലൈറ്റ് വരുമ്പോൾ എന്ത് വരും, എക്സ് ഇൻ്റഗ്രൽ raised to x മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻ്റഗ്രൽ ഓഫ് raised to x. അപ്പോൾ എന്ത് വരും, raised to x into x മൈനസ് ഇവൻ്റെ ഇൻ്റഗ്രൽ അഗെയിൻ എന്താ വരിക raised to x എന്നാ വരിക. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ raised to x നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും, x മൈനസ് 1 എന്ന് വരും. 0 to 1. ഇപ്പോൾ 0 to 1 കൊടുക്കുമ്പോൾ ഈ raised to 1 into 1 മൈനസ് 1 എന്ന് വരും. അപ്പോൾ അത് 0 ആയി. മൈനസ് ഓഫ് raised to 0 into 0 മൈനസ് 1 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവൻ 0 ആയല്ലോ മൊത്തം. ഇനിയിപ്പോൾ എന്താണുള്ളത്, ഇവൻ raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവൻ 1 ആകുമ്പോൾ 1 മൈനസ് 1 അല്ല, ഇത് ഇൻറ്റു അല്ലേ വരുന്നത്. അതായത് മൈനസ് ഓഫ് raised to 0 ഇൻറ്റു 0 മൈനസ് 1. അപ്പോൾ എന്താ പറയുക, ഈ മൈനസും ക്യാൻസലാവും. raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, അവൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എന്താ വരിക, 1 പ്ലസ് 2/√2/π ഇൻറ്റു 2√2 മൈനസ് 1 എന്നാണ് ആൻസർ വരുന്നത്. then അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് ദി കറക്റ്റ് ആൻസർ ഇൻ എക്സസൈസ് 22, 21 and 22. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രൽ 1 to √3 dx 1/1 പ്ലസ് x സ്ക്വയർ dx ആണ്.
അതിന് ഈക്വലായിട്ടുള്ള ആരാന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് എത്ര നമ്മൾ ചെയ്തു പോകണം അതൊക്കെ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ എന്താ വരിക, ഇവിടെ tan ഇൻവേഴ്സ് എക്സ് ആണ് വരിക. tan ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ ഇനി എന്താണ് √1 to √3 വരും. അപ്പോൾ എന്ത് വരിക, tan ഇൻവേഴ്സ് √3 മൈനസ് tan ഇൻവേഴ്സ് 1 എന്ന് വരും. വേറെ ഇതെന്താണ്, ഇത് π/4 ആണ് വരുന്നത്. ഇനിയിപ്പോൾ tan ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് π/3ക്കാണ് വരുന്നത്. അപ്പോൾ എന്ത് വരും, π/12 എന്ന് വരും ആൻസർ. π/12 എന്ന് ആൻസർ വരും. അങ്ങനെ ഒരു ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മളെന്താണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചെങ്കിൽ ഈ നമ്മുടെ വാല്യൂസ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദെൻ tan ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ടാനിൻ്റെ ഏത് ആംഗിൾസ് ആണ് വരുന്നത് നോക്കിയാൽ മതി. √3ഉം 1ഉം ഒന്ന് π/4 ആണ്, ഒന്ന് π/3 ആണ്. അതായത് tan 60 അതുപോലെ തന്നെ tan 45 ആണ് 1ഉം √3 ആയിട്ട് വരുന്നത്. അത്രേ ഉള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ഏതാണ് ക്വസ്റ്റ്യൻ, 0 to 2/3 ഇൻ്റഗ്രൽ 0 to 2/3 1/4 4 + 9x² dx = ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 0 to 2/3 1/4 + 9x² ആണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താണ്, ആ x² മുമ്പിൽ എന്താണ് ഒരു 9 കിടക്കുന്നുണ്ട്. അവൻ്റെ ആവശ്യം നമുക്കില്ല ശരിക്കും. അവനെ നമുക്ക് എന്താണ് പുറത്തേക്ക് കിടക്കാം. അപ്പം എന്ത് ചെയ്യുക, അവനെ 9 പുറത്തെടുക്കുമ്പോൾ എന്ത് വരും, 1/4/9 പ്ലസ് x² വരും. അപ്പോൾ അതെന്താണ് a². അതൊക്കെ എന്താണ് 4/9 2/3 നേതാം. അപ്പോൾ എന്ത് വരും, ഇതിനെ a² + x² എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ x² + a² എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. അതിൻ്റെ എന്താണ് റിസൾട്ട് 1/a × tan ഇൻവേഴ്സ് x/a ആണ് വരുന്നത്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ആരാണ്, 2/3 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 1/9 × 1/a എന്ന് പറയുമ്പോൾ ആരെ വരിക, ആ 2/3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 3/2 ആവും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ആരെ വരിക, 1/6 എന്ന് വരും. 1/6 × tan ഇൻവേഴ്സ് x ബൈ ആരെ വരിക, 2/3 അല്ലേ വരുന്നത്. പറ്റൂ. അപ്പോൾ 3x/2 ഫ്രം അവിടെ നിന്നാണ് 0 to സംതിങ് 0 to 2/3 0 to 2/3. അപ്പോൾ എന്ത് വരും നോക്കാം. അപ്പോൾ tan ഇൻവേഴ്സ് 3/2 × 2/3 മൈനസ് tan ഇൻവേഴ്സ് 0. 0 ആണ്, 1 ആണ്. ഈ tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, അത് π/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് π/24 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഈ ഒരു എക്സസൈസിനകത്ത് മൊത്തം ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ എക്സസൈസ് ആയിരുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ എന്താണ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ +2 എക്സാമൊക്കെ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.